ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇത് ബാംഗ്ലൂരാണ്. നമ്മൾ 2-ാം തീയതി നൈറ്റ് തന്നെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ തന്നെയാണ് സ്റ്റേ. അതായത് 3-ാം തീയതി നൈറ്റ് നമ്മളിവിടെ സ്റ്റേ അടിച്ചിട്ട് 4-ാം തീയതി രാവിലെ നേരെ ഗോവയ്ക്ക് പോകും. വണ്ടിക്ക് ചെറിയ തരത്തിൽ പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റേ അടിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ വണ്ടി കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പിൽ വരും. പറ്റുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ റൈഡിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരോടും നന്ദി പറയാൻ. ഇപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവരോടൊന്നും പോയി സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഫ്ലാഗ് ഓഫിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ ബാംഗ്ലൂരിൽ മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീറ്റപ്പിന് പങ്കെടുത്ത എല്ലാ കൂട്ടുകാരന്മാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഫ്ലാഗ് ഓഫ്, അതേപോലെ തന്നെ നമ്മൾ ബാംഗ്ലൂർ എത്തണതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ നൈസ് പണികൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കമ്പനി പടിയിലാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. എല്ലാവരും മോട്ടോഴ്സിൻ്റെ പുതിയൊരു ഷോപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ ഫ്ലാഗ് ഓഫ് ചെയ്യണ കാര്യം അറിഞ്ഞിട്ട് വന്നവരാണ്. ഞാൻ ജസ്റ്റ് ആദ്യം അവരൊന്ന് കാണിക്കും. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്, പാലക്കാട് ജില്ലയിൽ അടിപൊളി ബിരിയാണി എന്നൊരു സ്ഥലമാണ്. അതായത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് മലബാർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വഴിയാണ് പാസ് ചെയ്യണത്. നമ്മൾ കോയമ്പത്തൂർ ബാംഗ്ലൂർ ആ റൂട്ടിലാണ് പോകുന്നത്. ജസ്റ്റ് ഇവിടെ കയറിയിട്ട് ബിരിയാണി കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഇപ്പോൾ ഗിയർ വിച്ച് ഓൾറെഡി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വെയിറ്റിംഗ് ആണ്. എന്തായാലും ഈ ഒരു ഹോട്ടലിൽ ഉത്ഭാഗം കാണിക്കുക. അപ്പോൾ പാലക്കാട് സൈഡിലേക്കൊക്കെ വരുന്നവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഫുഡും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതാണ് നമ്മുടെ ബിരിയാണി കഴിക്കാനുള്ള ഹോട്ടൽ, അതായത് മലബാർ റെസ്റ്റോറൻറ്റ്. നമ്മുടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗിയർ അപ്പ് വെച്ച് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ല ഡെലിവറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പക്കനെയാണ് കേട്ടോ. നമുക്ക് വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവരുടെ തന്നെ ആദ്യം ചോദിക്കാം, എങ്ങനെയുണ്ട് ബ്രോ ബിരിയാണി? എങ്ങനെയുണ്ട്? നല്ല നൈസ് ബിരിയാണിയാണ്. ഇപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഉള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ വരണ വഴിക്ക് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് വയറ് പകുതി നടന്നിട്ടാണ് നോക്കണം. നൈസ് ബിരിയാണിയാണ്. അപ്പോൾ പാലക്കാടൊക്കെ വരണവരൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പാലക്കാട്ടിൽ നിന്ന് നേരെ വന്നത് ഇവിടുത്തെ ഒരു റൈഡിങ് ക്ലബിൻ്റെ അടുത്ത് കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെമ്പേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലബിൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ബ്രോ ക്ലബിൻ്റെ പേരെന്താണ്? ക്ലബ് 30 എന്നാണ് നമ്മുടെ ക്ലബിൻ്റെ പേര്. മെയിനായിട്ട് സ്റ്റെൻഡ് ടീമാണ്. സ്റ്റെൻഡ് ടീം പ്ലസ് റൈഡിങ് ടീമാണ്. പാലക്കാട് റൈഡ് ചെയ്യില്ല? പാലക്കാട് ഞങ്ങൾക്ക് എറണാകുളം എല്ലാവർക്കും ഉണ്ടല്ലോ. ബാംഗ്ലൂർ. ഏത് എത്ര CC വണ്ടിയോളം മെയിനായിട്ട്? ഞങ്ങൾ എബൌട്ട് 200 CC. അപ്പോൾ ഇത് നമ്മുടെ ക്ലബിൻ്റെ മെമ്പേഴ്സാണ്. ജസ്റ്റ് ഒരു
അപ്പം നമ്മൾ ഏകദേശം കോയമ്പത്തൂരിൽ നിന്നൊരു 100 കിലോമീറ്ററോളം 150-60 കിലോമീറ്ററോളം ഇപ്പുറത്താണുള്ളത്. അപ്പോൾ ബാംഗ്ലൂർ വരെ നമ്മുടെ കൂടെ 2-3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പരിചയപ്പെടുത്താം. അവരുടെ പേരെന്ന് പറഞ്ഞാൽ അഭിജിത്ത്, സന്ധികൃഷ്ണൻ. ഇവൻ കൊച്ചിയിലേക്കാന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർക്ക് ചാടിയവരാ. ഒരാളും കൂടി ഉണ്ട് നമ്മുടെ കൂടെ ഹിമാലയയിൽ ഓഫ് റോഡ് അടിക്കാൻ കാൽവി. പൊള്ളി സ്ഥലമാണ് കേട്ടോ. വേറെ ലെവല് റോഡും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ കോയമ്പത്തൂര് പാലക്കാട് കോയമ്പത്തൂര് ഇത്തിരി മോശം റോഡുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പക്കാ റോഡും കാര്യങ്ങളൊക്കെ ആയി. ജസ്റ്റ് ഞങ്ങൾ നൈസായിട്ട് ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ റൈഡ് കണ്ടിന്യൂ. സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചില സ്ഥലങ്ങളിൽ. അതാണ് ഓഫ് റോഡ് വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. നമ്മൾ ഒരു 5 മണിക്ക് 6 മണിക്കൊക്കെ ബാംഗ്ലൂർ എത്തുന്നതാണ് പ്രതീക്ഷിച്ചത്. 12 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ പെട്ടെന്ന് ആൾക്ക് നമ്മുടെ ഒരു തലവേദന പിടിച്ചിട്ട് കുറേ നേരം പോസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നേരെ സേലത്ത് പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമുക്ക് റൂമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇവിടെ അടുത്തൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും റൂമും കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണിക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോണത്. ഏകദേശം 12-1 മണി സമയമായി. എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ദോശയുടെ കൂടെ സാമ്പാർ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി റൂം കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 60 കിലോമീറ്ററോളം ഉണ്ട്. വെജ് ഓർമ്മ ഉണ്ടല്ലേ? പൊറോട്ടയും വെജ് ഓർമ്മ. അണ്ണാ ഉങ്ക പേര് എന്നാ? ഗോവിന്ദരാജ്. ഇദ്ദേഹമാണ് നമുക്ക് ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ പോണത്. ഫുള്ള് സെറ്റപ്പ് കേട്ടോ. നമുക്ക് വാഴയിലാണ് ഈ സംഭവമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് വന്ന് ഒരു ദോശയും ഒരു ഓംലേറ്റ്. ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാവുന്നുണ്ട്. ഭയങ്കര കുറുമ്പന ടുണ്ടുറി. കഴിച്ചിട്ട് പൊറോട്ട എങ്ങനെയുണ്ടെന്ന് നമ്മുടെ പ്രവീൺ ബ്രോ പറയും. എങ്ങനെയുണ്ട് ബ്രോ? നമ്മുടെ നമ്മുടെ തൃശ്ശൂർ അല്ല കേരളത്തിലെ പൊറോട്ട ടേസ്റ്റ് ഉണ്ടോ? വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ? ആണല്ലേ. അപ്പോൾ ഇതിന്റെ കൂടെ വെജ് കുറുമ, അതായത് ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. ഒരു പഴയ ഒരു ചായക്കടയുടെ ഒക്കെ സെറ്റപ്പ് ഇട്ടാ. ഏകദേശം 2 മണിയായിരുന്നു രാത്രി. റൂമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഉറക്കത്തിന് എണീറ്റിട്ടുള്ളൂ. 8:30 ഒരു 9 മണി സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓയോയിലൊക്കെയാണ് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തത്. പക്ഷെ അയാൾ കാണിച്ചു തന്ന റൂമല്ല ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ കിട്ടിയത്. ഒരു ലോക്കൽ തനി ലോക്കൽ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് നമ്മളെ ബുക്ക് ചെയ്തത് വേറെ ഹോട്ടലിലെ റൂമാണെന്നാണ് അയാൾ പറയുന്നത്. അതായത് നമ്മളെ ഇതാക്കണ പോലെ കളിപ്പിക്കണ പോലത്തെ പരിപാടി. നമ്മൾ ബുക്ക് ചെയ്തതും വന്ന ലൊക്കേഷനിൽ വന്ന് നിന്നതും വിളിച്ചതൊക്കെ ഇവരെ തന്നെയാണ്. പക്ഷെ വൃത്തിയായിട്ട റൂം എന്ന് വെച്ചാൽ വൃത്തിയായിട്ട റൂമും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ലഗേജ് ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ നൈസായിട്ട് ഏറ്റവും ടോപ്പിൽ ഞങ്ങൾക്ക് റൂം വന്നു. അതായത് 4ാമത്തെ 5ാമത്തെ ഫ്ലോറിലാണ് ഇപ്പം ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. ഇത്ര ലഗേജ് കയറ്റി വലിച്ചു കൊണ്ടുവന്നിട്ട് ഇനി ഇതൊക്കെ കൊണ്ട് താഴേക്ക് നടന്നിറങ്ങണം. ലിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു 9 മണി 10 മണിയോട് കൂടിയിട്ട് നമ്മുടെ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നത്. നമ്മൾ ഇതുവരെ ബാംഗ്ലൂർ എത്തിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല കപ്പ സീനായിരുന്നു റോഡ് കാര്യങ്ങളൊക്കെ. നൈസായിട്ട് മഴയും ക്ലൈമറ്റൊക്കെ മോശമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ റൂമെടുത്ത് സ്റ്റേ അടിച്ചു. ബാംഗ്ലൂർക്ക് ഏകദേശം ഒരു 150 കിലോമീറ്ററോളം ഉണ്ട്. അതായത് ഞാൻ ജസ്റ്റ് റൂമും കൂടെ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പം പല്ല് പോലും വെച്ചിട്ടില്ല കേട്ടോ. രാവിലെ എണീറ്റിട്ട് വ്ളോഗ് ചെയ്തിട്ട് ബാത്റൂമിൽ കയറാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ബാത്റൂമിൽ ഒരു തുള്ളി വെള്ളമില്ല. എന്തായാലും റൂമൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ 1250 രൂപയുടെ റൂം എന്ന് പറയണത്. പറ്റിച്ചാണ് കേട്ടോ. ഓയോക്കാർക്ക് എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെറിയൊരു സ്റ്റോറി പ്രൊമോഷൻ കൊടുക്കും. ഇങ്ങനൊരു തെണ്ടി തരം കാണിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം ഒരു ബാംഗ്ലൂരിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു 140 കിലോമീറ്റർ ഇപ്പുറത്ത് തമിഴ്നാട്ടിൽ തന്നെയാണ്. അപ്പോൾ വെള്ളം വന്നിട്ട് കുളിച്ച് സെറ്റപ്പായിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. നമ്മുടെ പ്രവീൺ ബ്രോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ.
ഞങ്ങളപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി നൈസായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു തട്ടുകടയിൽ നിർത്തിയേക്കാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നായിരിക്കും. ചെറിയൊരു കടയാണ് കേട്ടോ. അതായത് ഓംലേറ്റ്, ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള ഐറ്റംസ്, ഓംലേറ്റ്, സാമ്പാർ, റോഡ് സൈഡിലാണ് ചെറിയൊരു കടയാണ്. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഏകദേശം ഒരു 400 രൂപയുടെ താഴെ മാത്രമാണ് റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നല്ല ഫുഡാണ് കേട്ടോ. സാമ്പാറും ചട്നിയും ഒക്കെ പക്കയാണ്. ഫ്രഷ് ഫുഡും കിട്ടി. ഞങ്ങൾ ഹോട്ടലുകളിൽ കയറി പല സ്ഥലങ്ങളിലും ഈ ഉണങ്ങി നാശമായിട്ടുള്ള ദോശയും കാര്യങ്ങളായിരുന്നു. അതായത് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഫ്രഷ് ദോശയും കാര്യങ്ങളൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല ഫുഡും നല്ല കാപ്പിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കണ പോലത്തെ സെയിം ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പോയിട്ട് എൻ്റെ വണ്ടി സർവീസിനായിട്ടുള്ള മോൾസിൽ ചെറുതായിട്ട് സീനായിട്ടുണ്ട്. പിന്നെ ആളുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും മാറണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഏതാണ് ഫോറം ആളാണ് ബാംഗ്ലൂർ. അപ്പോൾ വണ്ടറിങ് കേരള ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മയുടെ ചെറിയൊരു മീറ്റപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടവരാണ്. കണ്ണൂർ അപ്പോൾ നമ്മുടെ വണ്ടറിങ് ഗാലറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ സ്റ്റാർട്ടപ്പ് ആണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള പേജിൻ്റെ സ്റ്റാർട്ടപ്പ് ആണെന്നല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മീനുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഓയോയിലെ റൂമിലേക്ക് നേരെ റൂമിലേക്ക് പോകും. ഇവർ അവരുടെ വീട്ടിലേക്ക് റിട്ടേൺ പോകും. പിന്നെ നമ്മൾ 3 പേര് മാത്രമായിരിക്കും റൈഡ് കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുക. അതായത് ഞാനും അതിനിടയിൽ കുറേ പേരൊക്കെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറിയില്ല, കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. വണ്ടറിങ് ഗാലറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മയുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള പേജ് ഇന്നലെയായിരുന്നു ലോഞ്ച് ചെയ്തത്. അപ്പോൾ അവർ മുഖേന നമ്മൾ ചെറിയൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീറ്റപ്പ് മാത്രമല്ല ചെറിയൊരു കേക്കും കട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ മീറ്റപ്പിന് വന്നിട്ടുള്ള ആൾക്കാരാണ്. കുറേ പേരൊക്കെ പോയി. ആദ്യം തന്നെ ഇവരോടൊരു ബിഗ് താങ്ക്സ് പറയാണ്. എനിക്കറിയാം വിശന്നുണ്ട് നല്ലോണം. എനിക്കറിയാം ഹാപ്പിയോടെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ പറയാം.